Hi everyone. Core Center of Rigorous Excellence ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മിനറൽസ് ഇൻ കേരളമാണ്. കേരളത്തിലെ ധാതു സമ്പത്ത് എന്താണ്, എത്രത്തോളമാണെന്ന് നോക്കാം. കേരളത്തിന്റെ മിനറൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കോസ്റ്റൽ ജിയോമോർഫോളജി, അതോടൊപ്പം തന്നെ ലാറ്ററൈറ്റിക് വെതറിങ്, ഇവിടുത്തെ മണ്ണിന്റെ വെതറിങ്ങും പിന്നെ പ്രീ കേംബ്രിയൽ ക്രിസ്റ്റലൈൻ ബേസ്മെന്റിനൊക്കെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ സവിശേഷ സ്വഭാവങ്ങളെല്ലാം ഉള്ളത്. സോ അത്രമാത്രം റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഓർ കണ്ടന്റ് ഒന്നും ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ പോലും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷനാണ് ഇന്ത്യയിലെ നോൺ മെറ്റാലിക് രീതിയിലുള്ള മിനറൽസിലും അതോടൊപ്പം തന്നെ ബീച്ച് ആൻഡ് മിനറൽ എക്കണോമിയിലും കേരളം കാഴ്ചവെക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ അറേബ്യൻ സീ കോസ്റ്റിലായിട്ട് തീരപ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള മിനറൽ ഡെപ്പോസിറ്റുകളുടെ അംശം കൂടുതൽ കണ്ടുവരുന്നത്. മിനറൽ റിസോഴ്സസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. കേരളത്തിലെ മിനറൽസിനെ ബ്രോഡായിട്ട് താഴെ പറയുന്ന കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ഹെവി മിനറൽസ് ബീച്ച് സാൻഡ് ആണ്. അതായത് ഈ ബീച്ച് തീരത്തുള്ള മണലിൽ കാണപ്പെടുന്ന ഹെവി മിനറൽസ്. മറ്റൊന്ന് മെറ്റാലിക് മിനറൽസ് ആണ്, ലോഹ സ്വഭാവമുള്ള ധാതുക്കൾ. അത് പ്രധാനപ്പെട്ട ലോഹങ്ങളുടെ അയിരായിട്ട് വരും, ഓറായിരിക്കും. മറ്റൊന്ന് നോൺ മെറ്റാലിക് ഓർ ഇൻഡസ്ട്രിയൽ മിനറൽസ് ആണ്. അതായത് വ്യാവസായികമായി ഒരുപാട് ആവശ്യങ്ങളുള്ള അലോഹ മൂലകങ്ങളുടെ മിനറൽസ് ആയിരിക്കും. നാലാമത്തേത് ഫ്യൂവൽ മിനറൽസ് ആണ്, ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ധാതുക്കൾ. അഞ്ചാമത്തേത് ലൈം സ്റ്റോൺ ആൻഡ് ലൈം ഷെല്ലാണ്, കക്ക അതുപോലുള്ള സാധനങ്ങൾ. മറ്റൊന്ന് ബിൽഡിംഗ് ആൻഡ് ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ആണ്, ഇങ്ങനെ അലങ്കാരങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന കല്ലുകളുടെയൊക്കെ ശേഖരം. ഏഴാമത്തേത് ജെം സ്റ്റോൺസ് ആണ്, ഈ വൈഡൂര്യം, മാണിക്യം, മരതകം ഇതുപോലുള്ള ജെം സ്റ്റോണിന്റെ കളക്ഷനും കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. മിനറൽ റിസോഴ്സസിന്റെ ക്ലാസിഫിക്കേഷനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് ഹെവി മിനറൽ ബീച്ച് സാൻഡ് ആണ്. ബീച്ച് സാൻഡിൽ കാണപ്പെടുന്ന ഹെവി മിനറൽസ് താഴെ പറയുന്നവയ്ക്കാണ്. ആദ്യത്തേത് ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് കേരളത്തിൽ കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ചവറ, പിന്നെ ആലപ്പുഴയിലുള്ള കായംകുളം, തോട്ടപ്പള്ളി ഭാഗങ്ങളിലായിട്ടാണ്. ഇൽമനൈറ്റ് എന്നത് ടൈറ്റാനിയത്തിന്റെ അയിരാണ്. അപ്പൊ നമുക്ക് ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഒരു സോഴ്സ് ആയിട്ട് ഇൽമനൈറ്റിനെ കരുതാം. അതോടൊപ്പം തന്നെ പെയിന്റിംഗ് ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണം, പേപ്പർ, അലോയ്സ് ഇതിനൊക്കെ തന്നെ ഇൽമനൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്നാണ് റൂട്ടൈൽ എന്ന് പറയുന്നത്. ഇതും ചാവറ കോസ്റ്റൽ ബെൽറ്റ് റീജിയനിലാണ് കാണപ്പെടുന്നത്, കൊല്ലം ജില്ലയിലെ ചവറയിൽ. ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ പിഗ്മെന്റ്സ്, പിന്നെ വെൽഡിംഗ് ഇലക്ട്രോഡ്സ്, എയറോസ്പേസ് അലോയ്സ് ഒക്കെ തന്നെ നിർമ്മിക്കാനായിട്ട് റൂട്ടൈൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു ബീച്ച് സാൻഡിൽ കാണപ്പെടുന്ന മിനറലാണ് ല്യൂക്കോസീൻ എന്ന് പറയുന്നത്. ഇത് ഇൽമനൈറ്റിനോടൊപ്പം തന്നെ കോസ്റ്റൽ പ്ലേസർ ആയിട്ട് ഡെപ്പോസിറ്റഡ് ആവുന്ന ഒന്നാണ്. ടൈറ്റാനിയത്തിന്റെ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട് നമുക്ക് ല്യൂക്കോസീൻ ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊന്നാണ് സിർക്കോണിയം എന്ന് പറയുന്ന സിർക്കോൺ. ഇതും ചവറയിലും അതോടൊപ്പം തന്നെ കേരള കോസ്റ്റൽ റീജിയനിലായിട്ട് കാണപ്പെടുന്നുണ്ട്. സെറാമിക്സ്, റിഫാക്ടറീസ്, ന്യൂക്ലിയർ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് സിർക്കോണിനുള്ളത്. അടുത്തത് മോണോസൈറ്റ് ആണ്. തോറിയത്തിന്റെ ഓറാണ് മോണോസൈറ്റ്. ചവറയിലും നീണ്ടകര, രണ്ടും കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ന്യൂക്ലിയർ എനർജി, ഫ്യൂച്ചർ ന്യൂക്ലിയർ ആക്ഷൻസിന് വേണ്ടിയിട്ടാണ് തോറിയം കരുതുന്നത്. പിന്നെ റയർ എലമെന്റിലാണ് ഈ മോണോസൈറ്റ് വരുന്നത്, കാരണം ഇത് ലാൻഡനോയിഡ് വിഭാഗത്തിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. മറ്റൊന്ന് സില്ലിമനൈറ്റ് ആണ്. കോസ്റ്റൽ പ്ലേസേഴ്സിലും അതോടൊപ്പം ഇൻലാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ടും കേരളത്തിൽ സിൽമനൈറ്റ് കാണപ്പെടുന്നുണ്ട്. റിഫ്രാക്ടറി ബ്രിക്കുകളുടെ നിർമ്മാണം, പിന്നെ ഹൈ ടെമ്പറേച്ചർ ഫർണേസസ് ലൈക്ക് ബ്ലാസ്റ്റ് ഫർണസ്, ഇരുമ്പിന്റെ ഒക്കെ നിർമ്മാണത്തിന് അധിക ടെമ്പറേച്ചർ ആവശ്യമായിട്ടുള്ള ഫർണേസുകളിലും സിലിമനൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഗാർനെറ്റ്. സദേൺ കേരള കോസ്റ്റിലാണ് ഇത് കാണപ്പെടുന്നത്. അബ്രാസിസ്, സാൻഡ് ബ്ലാസ്റ്റിംഗ്, വാട്ടർ ജെറ്റ് കട്ടിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഗാർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി കേരളത്തിലുള്ള മെറ്റാലിക് മിനറൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോൾഡും അയണും ബോക്സൈറ്റും ആണ് ഇതിൽ പ്രധാനികളായിട്ടുള്ളത്. ആദ്യത്തേത് ഗോൾഡ് ആണ്. കേരളത്തിൽ വയനാട്, നിലമ്പൂർ ബെൽറ്റ് റീജിയണിലും അട്ടപ്പാടി വാലിയിലുമാണ് കാണപ്പെടുന്നത്. ചാലിയാർ പുഴയുടെ തീരത്ത് ഗോൾഡ് ഡെപ്പോസിറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ജ്വല്ലറി പർപ്പസ്, പിന്നെ ഇലക്ട്രോണിക്സ്, ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിലാണ് സ്വർണത്തിന് ആവശ്യകത കൂടുതലുള്ളത്. അടുത്തത് അയണോർ ആണ്. കേരളത്തിൽ മാഗ്നറ്റൈറ്റ് വിഭാഗത്തിലുള്ള അയണോർ ആണ് കാണപ്പെടുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ടാണ് ഇതിന്റെ ഡെപ്പോസിറ്റ് ഉള്ളത്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണ് ഇതിന്റെ ഉപയോഗം വരുന്നത്. അടുത്തതാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. കാസർഗോട്ടെ, നീലേശ്വരം, പിന്നെ കണ്ണൂർ, കൊല്ലം ജില്ലകളിലായിട്ടാണ് ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലായിട്ടും ഉള്ളത്. അലുമിനിയം പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോൺ മെറ്റാലിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മിനറൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ചൈന ക്ലേ ആണ്. കയോലിൻ എന്നുകൂടി അറിയപ്പെടുന്ന ചീന കളിമണ്ണ്.
തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ട് കണ്ടുവരുന്നുണ്ട്. സെറാമിക്സ്, പേപ്പർ കോട്ടിംഗ്, റബ്ബർ, പെയിന്റിംഗ് തുടങ്ങിയ ഇൻഡസ്ട്രികൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ആണ് ഈ ചൈന ക്ലേ എന്ന് പറയുന്നത്. അടുത്തത് ഫയർ ക്ലേ ആണ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ കണ്ടുവരുന്നു. റിഫ്രാക്ടറി ബ്രിക്കുകളും സെറാമിക് പ്രൊഡക്ട്സും നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് ബോൾ ക്ലേ ആണ്. ഇത് ക്ലേയുടെ ഈ കളിമണ്ണിന്റെ പല വെറൈറ്റീസ് ആണ്. ബോൾ ക്ലേ എന്ന് പറയുന്നത് കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലാണ് കണ്ടുവരുന്നത്. പോട്ടറി, മൺപാത്ര നിർമ്മാണം, പിന്നെ സെറാമിക് പ്രൊഡക്ട്സ്, ഈ ഭരണി പോലുള്ള സംഭവങ്ങൾ അതിന്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തതാണ് സിലിക്ക സാൻഡ്, സിലിക്കയുടെ അംശമുള്ള മണല്. ആലപ്പുഴ, അരൂർ, ബെൽറ്റ് റീജിയണിൽ കണ്ടുവരുന്നു. ഗ്ലാസ്, ഓപ്റ്റിക്കൽ ഗ്ലാസ്, റിഫ്രാക്ടറീസ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമാണ്. മറ്റൊന്നാണ് ഗ്രാഫൈറ്റ്, കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ട്രിവാൻഡ്രം, കൊല്ലം, ഇടുക്കി ജില്ലകളിലാണ് കണ്ടുവരുന്നത്. ക്രൂസിബിൾസ്, ബാറ്ററീസ്, ലൂബ്രിക്കൻസ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്രാഫൈറ്റ്. ഇനി നമുക്ക് ഫ്യുവൽ മിനറൽസ് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഇന്ധനാവശ്യത്തിനായിട്ട് കണ്ടുവരുന്ന മിനറൽ എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് ആണ്. കണ്ണൂർ ജില്ലയിലെ മാടായി, കാസർഗോട്ടുള്ള നീലേശ്വരം, കയ്യൂർ ഭാഗങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസിന് ഫ്യുവൽ ആയിട്ട് നമുക്ക് ലിഗ്നൈറ്റ് കരുതാവുന്നതാണ്. മറ്റൊന്നാണ് ലൈം സ്റ്റോൺ ആൻഡ് ലൈം ഷെല്ല്. അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ലൈം സ്റ്റോൺ ആണ്. പാലക്കാട് ജില്ലയിലെ വാളയാർ, കഞ്ചിക്കോട് ഭാഗങ്ങളിലും ഇടുക്കിയിലും കണ്ടുവരുന്നുണ്ട്. ഇത് സിമെന്റിന്റെ മാനുഫാക്ചറിങ്ങിനുള്ള റോ മെറ്റീരിയൽ ആണ്. മറ്റൊന്ന് ഫോസിലിഫെറസ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ ആണ്. കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഈ ഫോസിൽ ഫ്യൂവൽസ് രൂപപ്പെടുന്നത് പോലെ രൂപപ്പെടുന്ന ഒരു ലൈം സ്റ്റോൺ ആണിത്. ലൈം ആൻഡ് സിമെന്റ് ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊന്ന് ലൈം ഷെല്ലാണ്, കക്കത്തോട്. അത് വേമ്പനാട് ലേക്ക് പിന്നെ ബാക്ക് വാട്ടർ റീജിയൻസിൽ നിന്ന് നമുക്ക് ഈ കക്കവാരൽ അങ്ങനെ നമുക്ക് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ലൈം പ്രൊഡക്ഷൻ തന്നെയാണ് പ്രധാന പർപ്പസ്. ഇനി ബിൽഡിംഗ് ആൻഡ് ഡെക്കറേറ്റീവ് സ്റ്റോൺ വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് ഗ്രാനൈറ്റ് ആണ്. ആഗ്നേയശില വിഭാഗത്തിൽ പെടുന്നതാണ് ഗ്രാനൈറ്റ്. കേരളത്തിന്റെ വേരിയസ് പാർട്സിൽ ഇത് കണ്ടുവരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ആൻഡ് ഓർണമെന്റൽ സ്റ്റോൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊന്ന് സ്റ്റിയറ്റൈറ്റ് ആണ്, അല്ലെങ്കിൽ ടാൽക്ക് എന്നറിയപ്പെടുന്നു. കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഇതിന്റെ നിക്ഷേപം ഉള്ളത്. പേപ്പർ, സെറാമിക്, കോസ്മെറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടാൽക്ക് എന്ന് പറയുമ്പോൾ ടാൽക്കം പൗഡറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് മാഗ്നസൈറ്റ് ആണ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് ഇതിന്റെ ഡെപ്പോസിറ്റ് ഉള്ളത്. റിഫ്രാക്ടറി മെറ്റീരിയലിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ജെം സ്റ്റോൺസ് ആണ്. ഗാർണറ്റ്, ക്വാർട്സ് ഇതിന്റെയൊക്കെ വെറൈറ്റീസ് ആണ് കേരളത്തിലുള്ളത്. ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളിലായിട്ട് കണ്ടുവരുന്നു. ജ്വല്ലറി പിന്നെ ഡെക്കറേറ്റീവ് സ്റ്റോണുകളിലൊക്കെ ജെം സ്റ്റോൺസ് ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലെ ഇത്തരത്തിലുള്ള മിനറൽസിന്റെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പ്രദേശങ്ങളിൽ ഏതൊക്കെ മിനറൽസ് കാണപ്പെടുന്നു എന്ന് കാണാം. പാലക്കാട് ജില്ലയിലെ ലൈം സ്റ്റോണിന്റെ, പിന്നെ തൃശ്ശൂരിലും കോഴിക്കോടൊക്കെ അയൺ കണ്ടന്റ്, അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ആണ്. കൊല്ലം ജില്ലയിലെ ചവറയാണ് ഇതിന്റെ ആസ്ഥാനമായി വരുന്നത്. മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ തുടങ്ങിയ മിനറൽസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ എക്സ്ട്രാക്ഷൻ അതോടൊപ്പം തന്നെ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്നത് ഈ റയർ എർത്ത് എലമെന്റ്സ് വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ്. പിന്നെ ബീറ്റ്സ് ആൻഡ് മിനറൽസിൽ നിന്ന് നമുക്ക് ഇതിനെ കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഇൻഡസ്ട്രിയാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. ഇതും ചവറ തന്നെയാണ് ആസ്ഥാനമായി വരുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഇൽമനൈറ്റ് ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റ്സ് അതോടൊപ്പം ടൈറ്റാനിയം സ്പോഞ്ച് ഇതിന്റെയൊക്കെ നിർമ്മാണത്തിനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അടുത്തൊരു കമ്പനി എന്ന് പറയുന്നത് മലബാർ സിമെന്റ്സ് ലിമിറ്റഡ് ആണ്. വാളയാറാണ് ഇതിന്റെ ആസ്ഥാനം, പാലക്കാട്. ലൈംസ്റ്റോൺ ആണ് ഇവിടെ പ്രധാനമായിട്ട് സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡ് ആണ്. കോട്ടയം ജില്ലയിലാണ് അതിന്റെ ലൊക്കേഷൻ ഉള്ളത്. ലൈംസ്റ്റോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് സിമെന്റിന്റെ നിർമ്മാണത്തിനാണ് ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡ് പ്രധാനമായിട്ടും അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ് ആണ്. ട്രിവാൻഡ്രം ആണ് ആസ്ഥാനമായിട്ട് വരുന്നത്. അവിടുത്തെ പ്രധാന മെറ്റീരിയൽ എന്ന് പറയുന്നത് ചൈന ക്ലേ ആണ്, കയോലിൻ എന്ന് പറയുന്നത്. ഇത് സെറാമിക്സ്, പേപ്പർ പിന്നെ മറ്റു റബ്ബർ ഇൻഡസ്ട്രീസ് ഇതിലൊക്കെ ക്ലേ പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അടുത്തൊരു ഇൻഡസ്ട്രിയാണ് കേരള സെറാമിക്സ് ലിമിറ്റഡ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് ആസ്ഥാനം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് സെറാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്. ഇവിടെയും ചൈന ക്ലേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സെറാമിക് പ്രോഡക്ട്സ്, മറ്റ് സാനിറ്ററി വെയേഴ്സ് ഇതിന്റെയൊക്കെ നിർമ്മാണമാണ് ഇതിന്റെ പ്രധാന കർത്തവ്യം. കേരളത്തിലുള്ള മൈനിങ് ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഖനനത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ടൈപ്പ് ബീച്ച് സാൻഡ് മൈനിങ് ആണ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ, ലിയോകോസീൻ പിന്നെ സിലിമണൈറ്റ് ഇവയുടെയൊക്കെ ഖനനമാണ് ഈ ബീച്ച് സാൻഡിൽ നിന്നും നമുക്ക് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നീണ്ടകര, കായംകുളം ബെൽറ്റ്
പിന്നെ കൊല്ലം ജില്ലയിലെ ചവറ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ഈ പ്രധാനമായിട്ടും മണലിൽ നിന്നുള്ള ശേഖരങ്ങൾ കളക്ട് ചെയ്യുന്നത്. വേൾഡ് ക്ലാസ് ഹെവി മിനറൽ ആൻഡ് സാൻഡ് ഡെപ്പോസിറ്റ് ഉള്ള ഒരു പ്രദേശമാണ് ഈ നീണ്ടകര കായംകുളം ബെൽറ്റ് റീജിയൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോസ്റ്റൽ പ്ലേസർ ഡെപ്പോസിറ്റ്സ് ആയിട്ടാണ് ഇതിവിടെ കാണപ്പെടുന്നത്. കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് ഇവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് മൈനിങ് ആണ് ലൈംസ്റ്റോണിൻ്റെത്. ഇവിടുത്തെ പ്രധാന മിനറൽ ലൈംസ്റ്റോൺ തന്നെയാണ്. പാലക്കാട്, കോഴിക്കോട്, കോട്ടയം ജില്ലകളിലായാണ് കാണപ്പെടുന്നത്. സിമെന്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ടാണ് ഇവിടുന്ന് ലൈംസ്റ്റോൺ കളക്ട് ചെയ്യുന്നത്. മലബാർ സിമെന്റ്സ്, അതോടൊപ്പം ACC സിമെന്റ് കമ്പനി ഇവരൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്ന ഉപയോഗദായകർ എന്ന് പറയാം. മറ്റൊന്ന് ബോക്സൈറ്റ് മൈനിങ് ആണ്. ബോക്സൈറ്റിന്റെ ശേഖരമാണ് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. വയനാട്, ഇടുക്കി ജില്ലകളിലുള്ള ഹില്ലി റീജിയൻസിൽ നിന്നൊക്കെയാണ് ബോക്സൈറ്റ് കൂടുതലായിട്ടും ശേഖരിക്കുന്നത്. ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള മൈനിങ് മാത്രമേ ബോക്സൈറ്റിന് നടക്കുന്നുള്ളൂ. കാരണം ഒരുപാട് എൻവയോൺമെന്റൽ കൺസേൺസും ലോക്കൽ ഒപ്പോസിഷനും പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളും ഈ ബോക്സൈറ്റിന്റെ മൈനിങ്ങിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഇത്തരത്തിലുള്ള ബോക്സൈറ്റിന്റെ മറ്റു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആക്റ്റീവ് എക്സ്ട്രാക്ഷനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെസ്റ്റേൺ ഗഡ് റീജിയൻസ് ആണ് ഈ വയനാട്, ഇടുക്കി ജില്ലകളുടെയൊക്കെ ഭാഗങ്ങൾ. അപ്പോൾ ഒരുപാട് എൻവയോൺമെന്റലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസിലായിരിക്കും ഇങ്ങനത്തുള്ള മൈനിങ് സെന്റേഴ്സ് ഉള്ളത്. അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പാരിസ്ഥിതിക ആഘാതങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മൈനിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. മറ്റൊന്ന് ക്ലേ മൈനിങ് ആണ്. ചൈന ക്ലേ, ബോൾ ക്ലേ, ഓർഡിനറി ക്ലേ ഇതിന്റെയൊക്കെ മൈനിങ്. കേരളത്തിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള കളിമണ്ണിന്റെ നിക്ഷേപം കണ്ടുവരുന്നുണ്ട്. ടൈൽസ്, ബ്രിക്സ്, പോട്ടറി, സെറാമിക്സ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്ലേസ് ഉപയോഗിക്കാവുന്നതാണ്. ലോക്കൽ സെറാമിക് ആൻഡ് ബ്രിക്ക് ഇൻഡസ്ട്രീസ് ആണ് ഇത് പ്രധാനമായിട്ടും ഖനനം ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ആണ് മൈക്ക. മൈക്ക എന്ന് വെച്ചാൽ അബ്രം ആണ്. ഇടുക്കി റീജിയനിലാണ് കേരളത്തിൽ കുറഞ്ഞ അളവിലെങ്കിലും അബ്രം കാണപ്പെടുന്നത്. ഇതൊരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള മിനറൽ ആണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഇത് കണ്ടുവരുന്നുള്ളൂ. സ്മോൾ സ്കെയിൽ മൈനിങ് ആണ് മൈക്കയുടെ ഫീൽഡിൽ നടക്കുന്നത്. കാരണം അതിന്റെ ക്വാണ്ടിറ്റി അത്ര കണ്ട് കുറവാണ്. ഇനി മേജർ മൈനിങ് ആൻഡ് പ്രോസസിംഗ് ഏജൻസീസ് വർക്കിംഗ് അണ്ടർ കേരള ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ചവറയിലാണുള്ളത്. ബീച്ച് സാൻഡിന്റെ മിനറൽ പ്രോസസിംഗ് ആണ് അവിടെ നടക്കുന്നത്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡും ചവറയിലാണുള്ളത്. ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് അവിടെ നിർമ്മിക്കുന്നത്. അടുത്തത് മലബാർ സിമെന്റ് ലിമിറ്റഡ് നോക്കുകയാണെങ്കിൽ വാളയാറിൽ സ്ഥിതി ചെയ്യുന്ന സിമെന്റിന്റെ മാനുഫാക്ചറിംഗ് ആണ് പ്രധാന പർപ്പസ് എന്ന് പറയാം. കേരളത്തിലുള്ള മിനറൽ റിസോഴ്സസിന്റെ എക്കണോമിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. സാൻഡ്, ഗ്രാനൈറ്റ്, ലാറ്ററൈറ്റ് ഇത്തരത്തിലുള്ള മിനറൽ റിസോഴ്സസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിന്റെ എക്കണോമിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ലൈക്ക് ബിൽഡിങ്സും റോഡ്സും ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ സാൻഡും ഗ്രാനൈറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ എസെൻഷ്യൽ ആണ്. അടുത്തൊരു സെക്ടറാണ് സിമെന്റ് ഇൻഡസ്ട്രി. അതിൽ നമ്മൾ ലൈംസ്റ്റോൺ ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. കേരളത്തിന്റെ കൺസ്ട്രക്ഷൻ സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സിമെന്റിന്റെ പ്രൊഡക്ഷൻ ആണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ടൂറിസം ഇൻഡസ്ട്രി. ഒരുപാട് മിനറൽ ലാൻഡ്സ്കേപ്പുകൾ കേരളത്തിന്റെ കോസ്റ്റൽ തീരങ്ങളിലുമായിട്ടും മറ്റും കാണപ്പെടുന്നുണ്ട്. സോ കേരളത്തിന്റെ നാച്ചുറൽ ബ്യൂട്ടി അതോടൊപ്പം തന്നെ ജിയോളജിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടൂറിസം ഡെവലപ്മെന്റിനെ വല്ലാത്ത കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒന്നാണ്. ഇനി എക്സ്പോർട്ട് സെക്ടർ ആണ്. ഈ റയർ എർത്ത് എലമെന്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്പോർട്ടിംഗ് ഫീൽഡിൽ മുതൽക്കൂട്ട് തന്നെയാണ്. ഇൽമനൈറ്റ്, മോണസൈറ്റ് ഇങ്ങനത്തെ ബീച്ച് ആൻഡ് മിനറൽസ് ഒക്കെയാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ ഇത്തരത്തിലെ എക്സ്പോർട്ടിംഗ് വാല്യൂ കൂടുതലുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ടൈറ്റാനിയം അതോടൊപ്പം റയർ എർത്ത് മെറ്റൽ ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ ഒരുപാട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കേരളത്തിലുള്ള മിനറൽ കൺസർവേഷൻ എന്താണെന്ന് നോക്കാം. സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ട് വരുന്നത് കേരളത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലെ ഇത്തരത്തിലുള്ള മിനറൽസ് കാണപ്പെടുന്നുള്ളൂ. എന്നാൽ കണ്ടുവരുന്നതാകട്ടെ ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള ധാതുക്കളും ആണ്. സോ ഈ ബീച്ച് സാൻഡിലും ചൈന ക്ലേയുടെ രൂപത്തിലും ലൈം സ്റ്റോൺ ആയിട്ടും പിന്നെ ബിൽഡിംഗ് സ്റ്റോൺസ് ആയിട്ടൊക്കെയാണ് ഇവിടെ മിനറൽസ് കൂടുതലായും കണ്ടുവരുന്നത്. നമ്മുടെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻസ് ലൈക്ക് കോസ്റ്റൽ ഏരിയാസിലും റിവർ ബേസിൻസിലും വെറ്റ്ലാൻഡ് ആൻഡ് വെസ്റ്റേൺ ഘട്ടിലൊക്കെ ഇത്തരത്തിലുള്ള മിനറൽ ഡെപ്പോസിറ്റ്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇവിടെയാണ് കേരളത്തിൽ മിനറൽ കൺസർവേഷന്റെ ആവശ്യകത ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൺസർവേഷൻ എന്ന് പറയുന്നത് ശരിക്കും മിനറൽസിന്റെ എഫിഷ്യന്റ് ആയിട്ടുള്ള യൂസ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള മൈനിങ് ഹാബിറ്റ്സും പിന്നെ മൈനിങ് ആക്ടിവിറ്റിയിൽ അതിന്റെ മേൽ കൊണ്ടുവരാൻ പറ്റുന്ന റെഗുലേഷൻസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ഒക്കെ ഫോക്കസ് ചെയ്ത് വേണം മിനറൽ കൺസർവേഷൻ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ.
എന്താണ് ഇവിടുത്തെ മിനറൽ കൺസർവേഷൻ ആവശ്യമുള്ള പ്രധാന നീഡ്സ് എന്ന് നോക്കാം. ആദ്യത്തേത് ലിമിറ്റഡ് മിനറൽ റിസോഴ്സ് ആണ്. അവൈലബിലിറ്റി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മാത്രമല്ല കേരളത്തിന്റെ എക്കോസിസ്റ്റം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ ഫ്രജൈൽ ആണ്. ഹില്ലി ആയിട്ടുള്ള ടെറൈൻ ആണ്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് എക്കോസിസ്റ്റത്തിന് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കണം. മറ്റൊന്ന് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. ജനസാന്ദ്രത കൂടുതലുള്ളത് കൊണ്ട് തന്നെ മൈനിങ് ആക്ടിവിറ്റിയിൽ ലിമിറ്റേഷൻസ് വരുത്തേണ്ടി വരും. ഇനിയൊന്ന് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആണ്. ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ സസ്റ്റൈനബിലിറ്റി ആണ്. ഈ വ്യാവസായിക മേഖലയിലുള്ള സുസ്ഥിരത. ഇതൊക്കെ മിനറൽ കൺസർവേഷന്റെ ആവശ്യകതകളാണ്. നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മിനറൽ കൺസർവേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സയന്റിഫിക് ആൻഡ് റെഗുലേറ്റഡ് മൈനിങ് ആണ്. ഈ മൈനിങ് എന്ന് പറയുന്നത് മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട്, അതോടൊപ്പം കേരള മൈനർ മിനറൽ കൺസെഷൻ റൂൾസ് എന്നിവയുടെ കീഴിലാണ് വരുന്നത്. ഇവിടെ കേരളത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഇവിടെ മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ് EIA ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസിലും കോസ്റ്റൽ റെഗുലേഷൻ സോൺസിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മൈനിങ് ചെയ്യരുത് എന്ന് നിബന്ധനയുള്ള സംസ്ഥാനമാണ് കേരളം. മറ്റൊരു സ്ട്രാറ്റജിയാണ് കൺസർവേഷൻ ഓഫ് ബീച്ച് ആൻഡ് മിനറൽസ്. ഈ ബീച്ച് മണലിൽ കാണപ്പെടുന്ന മിനറൽസിന്റെ സംരക്ഷണം. ഇൽമനൈറ്റ്, റൂട്ടൈൽ, മോണോസൈറ്റ്, സിർക്കോൺ, സിലിമനൈറ്റ് ഇതിന്റെയൊക്കെ തന്നെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾഡ് ആയിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. അമിതമായിട്ടുള്ള ഖനനം ഇവിടെ സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഈ ഖനനം ചെയ്യുന്നത് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന യൂണിറ്റുകളായിരിക്കും, സച്ച് ആസ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ആൻഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. പ്രൈവറ്റ് ഫേമിലേക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല മൈനിങ്ങിന്റെ പവർ. ഈ കരിമണൽ ഖനനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായ ഇഷ്യൂസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ഈ എക്കോളജിക്കൽ ഇംബാലൻസിനെ ടൈഡ് ഓവർ ചെയ്യാനായിട്ടാണ് അങ്ങനെ പ്രൈവറ്റ് ഫീൽഡിലേക്ക് നമ്മൾ കൊടുക്കാത്തത്. മറ്റൊന്ന് റിഡക്ഷൻ ഓഫ് മിനറൽ വേസ്റ്റേജ് ആണ്. അതായത് ഈ മൈനിങ് സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റേജ് കുറച്ചെടുത്തുകൊണ്ട് മോഡേൺ പ്രോസസ്സിംഗ് ടെക്നോളജീസ് ഈ ഫീൽഡിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ബൈ പ്രൊഡക്റ്റ് മിനറൽസിനെയൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലോ ഗ്രേഡ് ഓർസിന്റെ യൂട്ടിലൈസേഷനും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മറ്റൊന്നാണ് കൺസർവേഷൻ ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഇപ്പോൾ ഗ്രാനൈറ്റ്, അതോടൊപ്പം തന്നെ ലാറ്ററൈറ്റ് ക്വാറിയിങ് ഇതിന്റെയൊക്കെ മേലുള്ള റെഗുലേഷൻസ്. പിന്നെ റിവർ സാൻഡ് മൈനിങ്ങിൽ നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രമാത്രം പുഴമണ്ണിൽ ഖനനം ചെയ്യാൻ പറ്റില്ല. പുഴയുടെ സ്വാഭാവിക ആഴം വർദ്ധിക്കുന്നത് പ്രളയ സാധ്യത കൂട്ടുന്നു എന്നൊക്കെ കണക്കുകളുണ്ട്. അതോടൊപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊന്നാണ് എംസാൻഡിന്റെ യൂസേജ് അല്ലെ. മാനുഫാക്ചറിംഗ് സ്ഥലം നമ്മളിപ്പോൾ വീട് നിർമ്മാണത്തിനൊന്നും തന്നെ മണൽ കിട്ടാറില്ല, പകരം എംസാൻഡാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മാതൃകയാണ്. നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ മണൽ തന്നെ കമ്പൽസറി വേണമെന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം മണൽ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാവർക്കും വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മണലൊന്നും നമ്മുടെ കയ്യിൽ റിസോഴ്സ് ആയിട്ട് അവൈലബിൾ അല്ല. അടുത്തൊന്നാണ് റീഹാബിലിറ്റേഷൻ ഓഫ് മൈൻഡ് ഏരിയാസ്. ഈ മൈൻ ക്ലോഷർ പ്ലാനുകൾ, ഈ നിലവിൽ പ്രകൃതിക്ക് ഭീഷണിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മൈൻസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെയൊക്കെ റീഹാബിലിറ്റ് ചെയ്തുകൊണ്ട് അവിടെയൊക്കെ അഫോറസ്റ്റേഷനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ബാക്ക് ഫില്ലിംഗ് നടത്തി ലാൻഡ്സ്കേപ്പിംഗ് ആ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അബൻഡന്റ് ആയിട്ട് ഉപേക്ഷിക്കപ്പെട്ട ക്വാറീസിനെയൊക്കെ തന്നെ കൺവേർട്ട് ചെയ്തുകൊണ്ട് വാട്ടർ റിസർവോയറുകളും പിന്നെ റിക്രിയേഷണൽ ഏരിയാസുമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ കീഴിൽ വരുന്നത്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് ആണ്. റിവേഴ്സിന്റെയും വെറ്റ്ലാൻഡിന്റെയും പിന്നെ ഡ്രിങ്കിങ് വാട്ടർ റിസോഴ്സസിന്റെയും ഒക്കെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മൈനിങ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക. അവിടെയൊക്കെയുള്ള ഖനികളുടെയൊക്കെ പ്രവർത്തനം കുറച്ച് കൊണ്ടുവന്നിട്ട് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ കുറയ്ക്കുക. കാരണം ഈ ഖനികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പൊതുവെ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് അവിടുത്തെ ഭൂഗർഭജലം മലിനപ്പെട്ടു പോകാനുള്ള സാധ്യത. അത് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് ആണ്. ലൈക്ക് ഈ ഫ്ലൈ ഹാഷ്, സ്ലാഗ്, പിന്നെ റീസൈക്കിൾഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ ഒക്കെ ഉപയോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നാച്ചുറൽ മിനറൽസിന്റെ മേൽ കൊടുക്കുന്ന സമ്മർദ്ദം റെഡ്യൂസ് ചെയ്യുക. അടുത്തൊന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് മൈനിങ് ആൻഡ് ജിയോളജി, അതോടൊപ്പം കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ മോണിറ്ററിംഗ് ചെയ്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ലോക്കൽ ഗവൺമെന്റ്സ് അതോടൊപ്പം കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഈ ഫീൽഡിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മിനറൽ കൺസർവേഷൻ ഈ ഒരു മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഇല്ലീഗൽ മൈനിങ് ആണ്. അത് നിയമാനുസൃതമല്ലാത്ത മൈനിങ്. ഇവിടെ നോക്കുകയാണെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ക്വാറിഫയിങ്, അതോടൊപ്പം തന്നെ സാൻഡ് മൈനിങ് ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റലായിട്ട് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളാണ്. നമ്മുടെ എക്കോണമിക് ഡെവലപ്മെന്റും അതോടൊപ്പം തന്നെ എക്കോളജിക്കൽ പ്രൊട്ടക്ഷനും തമ്മിലുള്ള ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്.
അടുത്ത ഒരു ചലഞ്ച് നോക്കുകയാണെങ്കിൽ ഇത് മോണിറ്ററിങ് ഡിഫിക്കൽട്ടീസ് ആണ്. ഇപ്പോൾ റിമോട്ട് ആൻഡ് ഹില്ലി റീജിയൻസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര കഷ്ടമുള്ള പ്രദേശങ്ങളായിരിക്കും. അതിൻ്റെ ഒരു ടെറൈൻ കൊണ്ട് അത് നമുക്ക് അവിടെ ഡിഫിക്കൽട്ടി ഉണ്ടാവാറുണ്ട്. അടുത്തൊരു ചലഞ്ചാണ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്കൽ ലൈവ്ലിഹുഡ് പ്രധാനമായിട്ടും ഈ ക്വാറിങ് മൈനിങ് ആക്ടിവിറ്റീസിലൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ അത് നിർത്തിവെക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതൊരു ചലഞ്ചായിട്ട് പറയുവാണ്. ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് കേരളത്തിൽ ഈ മൈനിങ് ഇൻഡസ്ട്രിയിലുള്ളത് അല്ലെങ്കിൽ മിനറൽസിന്റെ ഫീൽഡിലുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്റ്റേറ്റ് റെഗുലേഷൻ ആണ്. ഗവൺമെന്റ് ഓഫ് കേരള റെഗുലേറ്റ്സ് മൈനിങ് ആക്ടിവിറ്റീസ്. അത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ മൈനിങ്ങിന് മേൽ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങളാണ് പറയുന്നത്. ഇതിന്റെ പ്രധാന പർപ്പസ് എന്താ വെച്ചാൽ കൺട്രോൾഡ് ആൻഡ് ലീഗൽ എക്സ്ട്രാക്ഷൻ മിനറൽസിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നിയന്ത്രിതമായ രീതിയിൽ നിയമാനുസൃതമായ രീതിയിലുമുള്ള മൈനിങ് പ്രോത്സാഹിപ്പിക്കണം. മറ്റൊന്ന് KSMDC ആണ്, കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. സോ ഇവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് മിനറൽ റിസോഴ്സസിന്റെ എക്സ്പ്ലോറേഷൻ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഇതിന്റെ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് KSMDC. സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മിനറൽ ഡെവലപ്മെന്റ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട പർപ്പസ് ആയിട്ട് വരുന്നത്. മറ്റൊന്നാണ് എൻവയോൺമെന്റൽ നോംസ്. നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ റെഗുലേഷൻസ് കേരളത്തിലും ഇന്ത്യയിലും പൊതുവേ കാണപ്പെടുന്നുണ്ട്. എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ ഇത് കൂടുതൽ എനാക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് വെസ്റ്റേൺ ഗട്ട് റീജിയൻസിൽ അവന് പല പരിസ്ഥിതി ലോല പ്രദേശങ്ങളും മറ്റും ജനവാസ മേഖലകൾ അങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിൽ ലോല പ്രദേശങ്ങളിലുള്ള മൈനിങ് ആക്ടിവിറ്റീസ് ഒക്കെ അബൻഡൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് നോക്കുകയാണെങ്കിൽ ഫ്രജൈൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം അതോടൊപ്പം നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഇതിന്റെയൊക്കെ തന്നെ സംരക്ഷണമാണ്. ഇനി നോക്കുകയാണെങ്കിൽ NGT ആണ് നമ്മുടെ ഗ്രീൻ ട്രിബ്യൂണൽ, ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ കംപ്ലൈൻറ്റ്സ് അതോടൊപ്പം തന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്കുകളൊക്കെ തന്നെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എയിം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള മൈനിങ് പ്രാക്ടീസസ് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഈ NGTയുടെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് ആണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ നോംസ് ആണ്. മോഡേണൈസേഷൻ അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റുകൾ നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ റീഫോംസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എൻവയോൺമെന്റൽ ഡാമേജ് കുറച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ നോംസിൽ വരുന്നത്. കേരളം വളരെ വെറൈറ്റി ആയിട്ടുള്ള നോൺ ഫിൽ മിനറൽ റിസോഴ്സസ് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. ബീച്ച് സാൻഡിലും അതോടൊപ്പം തന്നെ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ എന്നിവയുടെയൊക്കെ രൂപത്തിൽ ഇവിടെ എക്കണോമിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മിനറൽസിന്റെ ഡെപ്പോസിറ്റ് ഒരുപാടുള്ളൊരു പ്രദേശം തന്നെയാണ്. എന്ത് തന്നെയായാലും ഇവിടുത്തെ മൈനിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരുപാട് എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ചലഞ്ചുകളെ നേരിടേണ്ടതുണ്ട്. മാത്രമല്ല നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഹൈലി ഫ്രജൈൽ ആണ്. ലൈക്ക് വെസ്റ്റേൺ ഗട്ട് ആൻഡ് കോസ്റ്റൽ ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മൈനിങ് പ്രാക്ടീസസ് പിന്നെ ഇവിടുത്തെ എൻവയോൺമെന്റൽ റെഗുലേഷൻസ് വളരെ സ്ട്രിക്ട്ഫുൾ ആയിട്ടുള്ളതാണ്. അതോടൊപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസീസ് ഒക്കെ തന്നെ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റിന്റെ കൺസർവേഷനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ മിനറൽസ് എന്ന ഈ ഒരു പോർഷൻ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.